ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സ്വീഡനിലെ ഫോർഗോട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. ഈ ഷോപ്പ് ഒരു ചോക്ലേറ്റ് ഫാക്ടറി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ കണ്ണ് തള്ളി. കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ആണ് അവിടെ കണ്ടത്. എവിടെ നോക്കിയാലും ചോക്ലേറ്റും സ്വീറ്റ്സും അതായിരുന്നു അവസ്ഥ. ഞങ്ങൾ ആദ്യം ചുറ്റും ഒന്ന് നന്നായിട്ട് അന്തം വിട്ട് നോക്കി. അതിനുശേഷമാണ് വീട്ടിലോട്ട് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊന്ന് പ്ലാൻ ചെയ്തത്. സോ ഇവിടുത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഗുണം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ചോക്ലേറ്റ്സിന് വെറും 129 സ്വീഡിഷ് ക്രോൺസ് ആണ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ചോക്ലേറ്റ്സിനെല്ലാം നിങ്ങൾക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആ 1 കിലോഗ്രാം തേക്കാം. സോ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഒരു കവർ എടുത്തിട്ട് അതിലോട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഒരുമാതിരി ജെല്ലി പോലെ ഇത്തിരി പുളിപ്പൊക്കെ ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പ്രിഫർ ചെയ്തില്ല. പിന്നെ നമ്മുടെ സ്നിക്കേഴ്സ്, മാർസ്, ബൗണ്ടി അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തില്ല. ബിക്കോസ് അത് നമ്മുടെ നാട്ടിൽ പോയാലും കിട്ടും. ഷോപ്പിൽ ചോദിച്ചപ്പോൾ കുറച്ച് അവരുടെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്, സ്വീഡിഷ് ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് കൂടുതൽ ഞങ്ങൾ പ്രിഫർ ചെയ്തത്. ബിക്കോസ് അത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് അവരും പറഞ്ഞു. അങ്ങനെ ഇവരുടെ സ്വീഡിഷ് മിൽക്ക് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പല കളറിൽ പല ഫ്ലേവറിൽ ഞങ്ങൾ കണ്ടു. സോ എല്ലാം കുറച്ച് എടുത്തു ഈ കവറിനുള്ളിലാക്കി. പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കമ്പനി ഉണ്ട്, ലിൻഡ് എന്നാണ് അതിൻ്റെ പേര്. അതിലത്തെ ചോക്ലേറ്റ്സ് ഞങ്ങൾ കുറച്ചെടുത്ത് ബാഗിലിട്ടു, ആ ഒരു കവറിലിട്ടു. പിന്നെ ഒരു ഭംഗിക്ക് നമ്മുടെ കിൻഡർ ജോയ് അല്ലെങ്കിൽ കിറ്റ് കാറ്റ് അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ്സ് ഞങ്ങൾ ഇട്ടു. ഇവിടെ വേറെയും കുറേ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ജെംസ് പോലത്തെ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ടോഫി അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ പ്രിഫർ ചെയ്തില്ല. ഇവിടെ ചോക്ലേറ്റ്സ് മാത്രമല്ല, സോഫ്റ്റ് ടോയ്സ്, വേഫേഴ്സ്, പിന്നെ ഫാൻസി ഐറ്റംസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതും ഞങ്ങൾ നന്നായിട്ടൊന്ന് ഓടിച്ചു നോക്കി. അവിടെയും വീട്ടിലോട്ട് വാങ്ങാൻ പറ്റിയ കുറേ ഐറ്റംസ് കണ്ടു. ശരിക്കും നിങ്ങൾ സ്വീഡനിലോട്ട് വന്നിട്ട് നാട്ടിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പറ്റിയ ഐറ്റംസ് കിട്ടും. ഈ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ഫങ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഇവിടെ കണ്ടു. അങ്ങനെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞങ്ങൾ ഓരോ ചെറിയ ഐറ്റംസ് എടുത്തു. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് നന്നായിട്ട് ഓടിച്ചൊന്ന് നോക്കിയ ശേഷം ഞങ്ങൾ വാങ്ങിയ സാധനത്തിൻ്റെ ബില്ലടച്ച് ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി. സോ ഗൈസ്, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കുറേ വ്ളോഗ്സ് ആൻഡ് മിനി വ്ളോഗ്സ് ഞാൻ റെഗുലറായിട്ട് ഇടുന്നുണ്ട്. Thank you.